സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോദയം എഴുതിയ നോവൽ സുമംഗലി തുടരുന്നു. അധ്യായം 2. എന്തു മറുപടി പറയണമെന്ന് ആലോചിക്കുകയായിരുന്നു ഗൗരി. ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു അവൾ. ചതിക്കുക തന്നെയാണ് ചെയ്തത്. പക്ഷെ നന്ദേട്ടൻ്റെ മുഖത്ത് നോക്കി അക്കാര്യം പറയാൻ വയ്യ. ഇത്തിരി ദിനങ്ങളുടെ ഇത്തിരി നാഴികളും വിനാഴികളും കൊണ്ട് നന്ദഗോപൻ തൻ്റെ ജീവൻ്റെ ഭാഗമായി പോയിരിക്കുന്നു. ഗൗരി ഉദ്ദേശിക്കും പോലെയൊന്നും അല്ല കാര്യങ്ങൾ. നന്ദഗോപൻ വലത് കൈത്തലം ഗൗരിയുടെ വലത് ചുമലിലായി. അവരുടെ ദേഹങ്ങൾ ചേർന്നു. കുറേ കാലമായി അവൾക്ക് ഈ പ്രയാസം വരാറേ ഇല്ലായിരുന്നു. മാറി എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. അല്ലെങ്കിൽ പിന്നെ അവളെ തനിച്ച് തൊടിയിലും പുഴക്കരയിലും ഒക്കെ അയക്കുമോ? ഗൗരിയുടെ കാതിലെന്നോണമാണ് നന്ദഗോപൻ്റെ സംസാരം. ഗൗരി പതിയെ ഒരു ദീർഘനിശ്വാസം അയച്ചു. എന്ന് വെച്ച് മരുന്ന് നിർത്തിയിട്ടൊന്നുമില്ല. 4-5 വർഷത്തേക്ക് അറ്റാക്ക് ഉണ്ടായില്ലെങ്കിൽ ECG ടെസ്റ്റ് കൂടി നടത്തിയിട്ട് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാമെന്നാ ന്യൂറോളജിസ്റ്റ് പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ വീണ്ടും ഒരു 5 വർഷം കൂടി അവൾ മരുന്ന് കഴിക്കണമല്ലോ എന്നുള്ള പ്രയാസമേ എനിക്കുള്ളൂ. ഗൗരിയെയും കൊണ്ട് നന്ദൻ കിടക്കയിലിരുന്നു. അവളുടെ ഇരു കൈത്തലങ്ങളും കവർന്ന് നെഞ്ചിൽ ചേർത്തു. സാരമില്ല ഗൗരി, ഇതൊരു ചെറിയ പ്രശ്നമാണ്. എത്രയോ ആളുകൾക്ക് ഈ തകരാറുണ്ട്. ചികിത്സിച്ച് ഭേദമാക്കി സാധാരണ പോലെ അവരൊക്കെ ജീവിക്കുന്നു. ഇത് ഭേദമാവുമോ? ഓർക്കാതെയാണ് ഗൗരി ചോദിച്ചു പോയത്. നന്ദൻ്റെ മുഖത്ത് വീണ്ടും ചിരി പ്രകടമായി. പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്ത ആളാണോ ഈ ചോദിക്കുന്നത്? അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ചികിത്സിക്കാത്തിടത്തും വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കാത്തിടത്തും മാത്രം. ഒരസുഖമുണ്ടായി പോയിന്ന് വെച്ച് അവർക്കും ജീവിതം വേണമല്ലോ. ജീവിതം എന്ന് പറഞ്ഞാൽ കുടുംബമായിട്ടുള്ള ജീവിതം. ഗൗരിയുടെ മുഖം പഠിക്കുകയായിരുന്നു നന്ദൻ. അതിന് ആരെങ്കിലുമൊക്കെ ഹൃദയവിശാലത കാണിച്ചാലല്ലേ പറ്റൂ. ഇടുങ്ങിയ മനസ്സുള്ള യഥാസ്ഥിതികർക്ക് മനുഷ്യരെ കൊല്ലാനല്ലാതെ ജീവിപ്പിക്കാൻ കഴിയില്ല. നോക്കൂ. നന്ദൻ ഗൗരിയുടെ ഉരുണ്ട കൈത്തണ്ടയിൽ മൃദുവായി തലോടി. ഇനിയിപ്പോൾ എൻ്റെ കല്യാണി ഗൗരിയുടേതുമല്ലേ? നമ്മളല്ലേ അവൾക്കുള്ളൂ. ഗൗരി തീരുമാനിച്ചാൽ കല്യാണിക്കൊരു ജീവിതമുണ്ടാവും. എൻ്റെ മോള് പറയൂ, അവൾക്കൊരു ജീവിതം വേണ്ടേ? ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. സ്നേഹത്തിൻ്റെ സ്വർഗത്തിലാണ് തന്നെ ഇരുത്തിയിരിക്കുന്നത്. പക്ഷെ അതിന് പകരമായി ആവശ്യപ്പെടുന്ന കാര്യം. നന്ദന് മറുപടി പറയാതെ ഗൗരി എഴുന്നേറ്റു. ജനലരികിൽ ചെന്ന് പുറത്തേക്ക് നോക്കി നിന്നു. പെട്ടെന്ന് ഇപ്പോൾ കല്യാണിക്ക് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അവളുടെ അസുഖത്തെക്കുറിച്ച് ഗൗരി അറിയാൻ ഇടവന്നത്. നന്ദഗോപൻ സാവധാനം അവളുടെ അരികിലെത്തി. തൊട്ടു പിന്നിൽ നന്ദേട്ടൻ്റെ സാമീപ്യം തന്നെ പൊള്ളിക്കുന്നതായി അനുഭവപ്പെട്ടതുകൊണ്ടാണ് ഗൗരി എഴുന്നേറ്റു മാറിയത്. ഇപ്പോഴിതാ താൻ വീണ്ടും തീക്കൊണ്ടത്തിലേക്ക് എറിയപ്പെട്ടതായി അവൾക്ക് തോന്നി. വല്ലാത്ത പുകച്ചിൽ, ശ്വാസം മുട്ടൽ. നന്ദൻ അതറിഞ്ഞില്ല. നമ്മുടെ കല്യാണിയിൽ എന്തോ ഉലച്ചിലുണ്ടാക്കിയതുപോലെ എനിക്ക് തോന്നുന്നു. നന്ദൻ തുടർന്നു. ഒരുപക്ഷെ ഏട്ടൻ്റെ സ്നേഹം പങ്കുവയ്ക്കപ്പെടുമോ എന്ന പേടിയാവാം. ചെറിയ കുട്ടിയല്ലേ അവൾ. എനിക്ക് അവളും അവൾക്ക് ഞാനും മാത്രമായിരുന്നല്ലോ. എന്തൊക്കെ സംഭവിച്ചാലും എത്ര കാലം കഴിഞ്ഞാലും നന്ദേട്ടൻ്റെ ജീവിതത്തിൽ അനിയത്തിക്കുട്ടിക്കുള്ള സ്ഥാനത്തിന് ഒരു മാറ്റവും വരില്ലെന്ന് അവൾക്ക് അറിയില്ലല്ലോ. ഗൗരിയിൽ നേർത്തൊരു ഉൾക്കിടിലമുണ്ടായി. അവസാന വാചകം ഉണർത്തിയ അസൂയ മൂലമാകാം. അല്ലെങ്കിൽ ഒരുപക്ഷെ നിശ്ചയിക്കപ്പെട്ട സ്വന്തം കല്യാണത്തെക്കുറിച്ചുള്ള ആദിയാവാം അവളെ കുഴപ്പത്തിലാക്കിയത്. ഞാനും ചെറിയമ്മയും ഇവിടുത്തെ വേലക്കാരും ഒഴിച്ച് ആരുമായും അവൾക്ക് അടുപ്പമില്ല. ആ സ്ഥിതിക്ക് സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനായി പുതിയൊരാൾ കടന്നു വരുന്നുവെന്ന അറിവ് അവളെ സംഭ്രമിപ്പിച്ചിരിക്കാം. കൂട്ടത്തിൽ ഉപദേശവും കൂടി ചെന്നപ്പോൾ ഗൗരി പെട്ടെന്ന് നന്ദൻ്റെ നേർക്ക് തിരിഞ്ഞു. നിശ്ചയിക്കപ്പെട്ട കല്യാണത്തിന് കല്യാണിക്ക് സമ്മതമല്ലായിരുന്നോ? ഗൗരി ചോദിച്ചു. എന്താ സംശയം? അവളുടെ കൂടി സമ്മതം വാങ്ങിച്ചിട്ടാണ് ഗൗരിയുടെ അച്ഛനുമായി ഞാൻ വാക്കു പറഞ്ഞത്. ഞങ്ങളുടെ ചന്തുവെ കല്യാണിക്ക് ഇഷ്ടപ്പെട്ടുവോ? പൊന്നിഷ്ടം. അവർ നേരിൽ കണ്ടില്ലല്ലോ. അന്ന് അവിടെ നിന്ന് തന്ന ചന്തുവിൻ്റെ ഫോട്ടോഗ്രാഫ്സ് അവളുടെ പെട്ടിയിലോ ഷെൽഫിലോ പുസ്തകങ്ങൾക്കിടയിലോ കാണും. സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് കള്ളി. നന്ദഗോപൻ ചിരിച്ചു. ഗൗരിക്ക് ആ കുസൃതി ആസ്വദിക്കാനായില്ല. മറിച്ചൊരു ഭാവമായിരുന്നു ആ മുഖത്ത്. ഞാൻ ആണയിടാം. ആ കവിളിൽ സ്നേഹപൂർവ്വം വിരൽ കൊണ്ട് തട്ടിയിട്ട് നന്ദൻ തുടർന്നു. കല്യാണം കഴിയുന്നതോടെ കല്യാണി തീർത്തും ഉഷാറാകും. നോക്കിക്കോ, അവളുടെ അസുഖവും മാറും. ചില ഉടങ്കൊല്ലി വൈദ്യന്മാർ പറയുന്നത് പോലെ പറയുകയല്ല. ഇതിലൊരല്പം മനഃശാസ്ത്രമുണ്ട്. ഇണയുടെ സ്നേഹത്തിന് മനുഷ്യനെ അത്രമാത്രം മാറ്റിമറിക്കാൻ കഴിയും. ഒരു അരസികനും പുസ്തകപ്പുഴുവും ഒക്കെയായിരുന്ന ഞാൻ പോലും എത്ര മാറിയെന്ന് കാണ്. നന്ദേട്ടനോട് തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടോ? നന്ദനെ നോക്കാതെയാണ് ഗൗരി ചോദിച്ചത്. അതെന്താ ഗൗരി അങ്ങനെ ചോദിച്ചത്? നന്ദഗോപനും വിസ്മയം. ഗൗരിക്കുള്ളത്ര സ്വാതന്ത്ര്യം എന്നിൽ മറ്റാർക്കും ഉണ്ടാവില്ല. എങ്കിൽ ഗൗരിയുടെ കണ്ണുകളിൽ വീണ്ടും നീർത്തുള്ളികൾ ഉരുണ്ടുകൂടി. കല്യാണിയുടെ അസുഖത്തെക്കുറിച്ചെങ്കിലും നന്ദേട്ടൻ ഞങ്ങളുടെ അച്ഛനെ അറിയിക്കേണ്ടതായിരുന്നു. നന്ദഗോപൻ സ്തബ്ധനായി നിന്നു.
ചുണ്ടുകൾ വിറച്ചെങ്കിലും വാക്കുകൾ പുറത്തു വന്നില്ല. നാളെ കല്യാണി ചന്തുവിൻ്റെ ഭാര്യയാകേണ്ടവളല്ലേ? അവൻ്റെ ജീവിതത്തിലെ എല്ലാം ആവേണ്ടവളല്ലേ? അവൻ്റെ ജീവിതം പോലും അവളെ ആശ്രയിച്ചിരിക്കുമല്ലോ. അപ്പോൾ അവളെ സംബന്ധിച്ച് അതിപ്രധാനമായ കാര്യങ്ങളെങ്കിലും അവൻ അറിഞ്ഞിരിക്കേണ്ടതല്ലേ? നന്ദഗോപൻ്റെ മുഖം കുനിഞ്ഞു. നന്ദേട്ടൻ ഒരു അപരാധിനിയെപ്പോലെ നിൽക്കുന്നത് ഗൗരിക്ക് സഹിച്ചില്ല. അവൾ പ്രേമപൂർവ്വം ആ ഷർട്ടിൻ്റെ ബട്ടണുകളിൽ തെരുപ്പിടിപ്പിച്ചു. നന്ദേട്ടനെ എനിക്ക് മനസ്സിലാവാതെയല്ല. ഒരുപക്ഷെ നന്ദേട്ടൻ്റെ സ്ഥാനത്ത് ഞാനായാലും ഇങ്ങനെയൊരു ഇളവ് ചെയ്തെന്ന് വരാം. ആകെയുള്ള അനുജത്തിക്കൊരു ജീവിതം കൊടുക്കാൻ മറ്റൊരു നിവൃത്തിയുമില്ലാതെ ഇങ്ങനെ ഒരു ചതിയായൊന്നും ഞാൻ ഒരിക്കലും കാണില്ല. ആ സാധുരൻ നന്ദനെ ജീവൻ വീഴ്പ്പിച്ചു. അവന് വീണ്ടും ശബ്ദം കിട്ടി. പല വിവാഹാലോചനകൾ തകർന്ന ശേഷമാണ് ഗൗരി ഇത്. തുറന്നു പറഞ്ഞാൽ ആരും മനസ്സിലാക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പായി. അല്ലാത്തവർക്ക് അവളുടെ പേരിലുള്ള സ്വത്ത് മാത്രമാവും നേട്ടം. പിന്നെ ഗൗരിയെ നോക്കി നന്ദൻ പുഞ്ചിരിച്ചു. ഗൗരി വിചാരിക്കും പോലെ അത്ര ക്രോണിക്കൊന്നുമല്ല അവളുടെ സ്ഥിതി. ഗൗരിയുടെ അനുജനെ എൻ്റെ കല്യാണി സ്നേഹം കൊണ്ട് പൊതിയും. അവർ സന്തോഷമായി ജീവിക്കും, എനിക്ക് തീർച്ചയാണ്. പിന്നെ തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കാൻ നമ്മളുണ്ടാകുമല്ലോ അവരുടെ ഒപ്പം. അതുകൊണ്ടുകൂടിയാ ഒന്നും മുൻകൂർ പറയേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ തീരുമാനിച്ചത്. എന്നാലും ചന്തുവെങ്കിലും അത് മുൻകൂർ അറിഞ്ഞിരിക്കണം. അതല്ലേ നീതി, അതല്ലേ ധർമ്മം. നന്ദനെ നോക്കാൻ വിഷമം തോന്നിയതിനാൽ അവൾ വീണ്ടും ജനലിന് വെളിയിലേക്ക് മുഖം തിരിച്ചു. വേണ്ട ഗൗരി. നന്ദൻ അവളുടെ ചുമലിൽ തൊട്ടു. ചന്തുവിൻ്റെ പ്രതികരണം നമുക്ക് എതിരായാൽ? എൻ്റെ കൂടപ്പുറപ്പാണെങ്കിലും അവൻ്റെ പ്രതികരണത്തെപ്പറ്റി മുൻകൂറൊന്നും പറയാൻ എനിക്കും ആവില്ല. എന്ന് വെച്ച് നമുക്കൊരു മര്യാദയില്ലേ? സ്വന്തം സുഖത്തിനു വേണ്ടി മറ്റാരെയും ചതിക്കാൻ പാടില്ലെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പാവപ്പെട്ടൊരു സ്കൂൾ മാഷായ ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളതും അതാ. മര്യാദ കാണിക്കാൻ ചന്തു അന്യനൊന്നും അല്ലല്ലോ. ഗൗരിയുടെ സ്വന്തം സഹോദരനല്ലേ. ഗൗരി പറഞ്ഞാൽ അവൻ അനുസരിക്കില്ലേ? നന്ദേട്ടാ, ഗൗരിയുടെ സ്വരം ഇടറി. ഇപ്പം നന്ദേട്ടൻ പറയണത് എനിക്ക് മനസ്സിലാവണില്ല. കല്യാണിയുടെ അസുഖവിവരം തൽക്കാലം നിൻ്റെ വീട്ടിൽ അറിയിക്കണ്ട, അത്രയേ ഉള്ളൂ. ഒരു പക്ഷേ അതുമൂലം നിശ്ചയിക്കപ്പെട്ട ആ വിവാഹം നടക്കാതെ പോയാൽ അത് ബാക്കി പറയാനാവാതെ നന്ദൻ വീർപ്പ് മുട്ടി. നിശ്ചയിക്കപ്പെട്ട ആ വിവാഹം നടക്കാതെ പോയാൽ അത് നമ്മുടെ ജീവിതത്തെയും ബാധിക്കുമെന്നാണോ നന്ദേട്ടാ? ഗൗരി ഉത്കണ്ഠയോടെ ആരാഞ്ഞു. പറയ് അവൾ നിലവിളിച്ചു. നന്ദൻ അതിന് മറുപടി പറഞ്ഞില്ല. ധൃതിയിൽ പടികൾ ഇറങ്ങി താഴേക്ക് പോയി. ജീവനും ജീവിതവും ഇല്ലാതാക്കാൻ പോകുന്ന ഒരു ഭീഷണി തലയ്ക്ക് മുകളിൽ തൂങ്ങുന്നതായി ഗൗരിക്ക് മനസ്സിലായി. നിശ്ചയിക്കപ്പെട്ട വിവാഹം നടക്കാതെ പോയാൽ അത് നമ്മുടെ ജീവിതത്തെയും ബാധിക്കുമോ എന്ന ചോദ്യത്തിന് നന്ദേട്ടൻ മറുപടി പറയുകയേ ഉണ്ടായില്ല. തിടുക്കത്തിൽ പടികൾ ഇറങ്ങി മറയുകയായിരുന്നു. കല്യാണിയെ ചന്തു വിവാഹം ചെയ്തില്ല എങ്കിൽ അത് തൻ്റെയും ജീവിതത്തെ ബാധിക്കുമെന്ന് അതോടെ ഉറപ്പായി. വന്നതുപോലെ പെട്ടിയും തൂക്കി താൻ ഇറങ്ങിപ്പോകേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ കൊണ്ടുവന്നതുപോലെ നന്ദേട്ടൻ തന്നെ അവിടെ കൊണ്ടുചെന്നാക്കിയെന്നും വരാം. എല്ലാം ഒന്നു തന്നെ. ഗൗരിയുടെ ജീവിതം അവസാനിക്കുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചവളായി ഒരു ജന്മം വെറുതെ ജീവിച്ച് തീർക്കാം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് രക്ഷപ്പെടാം. സത്യത്തിൽ തന്നെയും തൻ്റെ കുടുംബത്തെയും നന്ദേട്ടൻ ചതിക്കുകയായിരുന്നു. നന്ദേട്ടനോടുള്ള സ്നേഹത്താൽ അത് ചതിയല്ലെന്ന് എത്ര സമർത്ഥിച്ചാലും ആ പ്രവൃത്തിയുടെ നിന്ദ്യത ഒട്ടും കുറയുന്നില്ല. എന്നാലും നന്ദേട്ടനെ ചതിയനായി മുദ്രകുത്തി മാറ്റി നിർത്താൻ ഗൗരിക്കിനിയാവില്ല. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ വിരുന്നിന് വീട്ടിലേക്ക് മടങ്ങേണ്ട ദിവസം ആവുന്നതേയുള്ളൂ. എങ്കിലും തങ്ങൾക്കിടയിൽ എത്രയോ ജന്മങ്ങളുടെ ബന്ധം ഉണ്ടായിക്കഴിഞ്ഞു. ഈ കിടക്കറിയും ഇതിൽ തങ്ങി നിൽക്കുന്ന നന്ദേട്ടൻ്റേതായ പ്രത്യേക സുഗന്ധവും കാലുവെക്കുമ്പോൾ ഇളകുന്ന ഈ കോണിപ്പടിയും മറ്റെങ്ങും കണ്ടിട്ടില്ലാത്ത ഈ വലിയ തൊടിയുമെല്ലാം തൻ്റെ ലോകമായി മാറിയിരിക്കുന്നു. ഇവിടം വിട്ട് എന്നേക്കുമായി ഗൗരി പോകേണ്ടി വരുമോ? ഇവിടുത്തെ ദിനങ്ങൾ വെറും സ്വപ്നമായി മാറുമോ? ഓർക്കുമ്പോഴേ നെഞ്ചു പൊടിയുന്നല്ലോ. ഗൗരിയെ ഉപേക്ഷിക്കല്ലേ നന്ദേട്ടാ. ഉള്ളിൽ നിന്ന് താനറിയാതെ ഒരു നിലവിളി ഉയർന്നു. ഗൗരി കിടക്കയിൽ കമിഴ്ന്ന് വീണു. നന്ദേട്ടൻ്റെ ഗന്ധമുള്ള തലയിണയിൽ മുഖമിട്ടുരുട്ടി. എപ്പോഴോ ചെറിയമ്മ വിളിച്ചപ്പോഴാണ് ഗൗരി എഴുന്നേറ്റത്. ആഹാ, ഇവിടെ വന്ന് കിടക്കുകയായിരുന്നോ? ചെറിയമ്മയ്ക്ക് അത്ഭുതം. തൊടിയിലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കല്യാണി തിരക്കിട്ടാ ഓടി വന്നത്. കല്യാണി എന്തെടുക്കുന്നു? ഗൗരി ചോദിച്ചു. ചെറിയമ്മയിൽ നിന്ന് തൻ്റെ വ്യസനം ഒളിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ അങ്ങനെ ചെയ്തത്. താഴെയുണ്ട്, ചെറിയമ്മ പറഞ്ഞു. മുറിക്കുള്ളിൽ നിന്ന് വെളിയിൽ ഇറങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞിരിക്കുക. ഇനിയും ദണ്ണിളക്കം വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എങ്കിലും തൊടിയിലും പുഴവക്കത്തും വിടില്ലായിരുന്നു. ഏതായാലും ദൈവാധീനമുണ്ട്. ഏതു നേരവും തനിച്ച് പുഴവക്കത്തൊക്കെ പോകണ കുട്ടിയാ. അപ്പോഴോ മറ്റോ ആയിരുന്നു എന്താ ചെയ്യുക? മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി ചെറിയമ്മ കൈകൾ കൂപ്പി. ദൈവം കാത്തു, അത്ര തന്നെ. നന്ദേട്ടൻ? ഗൗരി ചെറിയമ്മയെ നോക്കി. കാറിൽ എവിടേക്കോ പോയല്ലോ. എന്നോടൊന്നും പറഞ്ഞില്ല. ഗൗരിക്ക് അറിയുമെന്ന് ഞാൻ വിചാരിച്ചു. ഗൗരിയുടെ മുഖം കുനിഞ്ഞു. വിശേഷിച്ചെന്തെങ്കിലും? ചെറിയമ്മ തിരക്കി.
തിരക്കിട്ട് പോയതുകൊണ്ട് ചോദിച്ചതാ. എന്നോടൊന്നും പറഞ്ഞില്ല. ഗൗരിയുടെ സ്വരത്തിന് ഇടർച്ചയുണ്ടായി. ചെറിയമ്മയ്ക്ക് അത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. വരൂ, ഇവിടെ തനിച്ചിരിക്കേണ്ട, അവർ ക്ഷണിച്ചു. താഴെ കാക്കത്തി പൂമങ്ക വന്നിട്ടുണ്ട്. കൈനോട്ടക്കാരിയാ, ഇവിടുത്തെ ഒരു പതിവുകാരിയാ. ആണ്ടുതോറും വരും, വല്ലതും കിട്ടാതെ പോവില്ല. കല്യാണി പറഞ്ഞു ഏട്ടത്തിമ്മയുടെ കൈയൊന്ന് നോക്കിപ്പിക്കാൻ. ഗൗരി ചിരിക്കാൻ ശ്രമിച്ചു. എനിക്ക് അതിലൊന്നും വിശ്വാസമല്ല. വീട്ടിൽ അച്ഛനാണെങ്കിൽ കൈനോട്ടക്കാരി ഒന്നും പടിക്കകത്ത് കയറ്റില്ല. ആർക്കാ ഇപ്പോൾ വിശ്വാസം? ചെറിയമ്മയും ചിരിച്ചു. ഇവറ്റോളുടെ വയറ്റിപ്പിഴപ്പെന്ന് കരുതിയാൽ മതി. കൈ കാണിച്ചാലും ഇല്ലച്ചാലും പൂമയ്ക്ക് എനിക്ക് എന്തെങ്കിലും കൊടുത്തേ പറ്റൂ. ഓള് വരുമ്പോഴെല്ലാം കല്യാണി കൈ നീട്ടിക്കൊണ്ട് മുന്നിൽ ചെന്നിരിക്കും. വായിൽ വരുന്ന സ്തുതിയെല്ലാം ഓള് പറഞ്ഞോളും. അത് കേൾക്കണത് അക്കുട്ടിക്കൊരു കളിയാ, അത്രേ ഉള്ളൂ. ഗൗരി ചെറിയമ്മയോടൊപ്പം കോടിപ്പണികൾ ഇറങ്ങി വന്നു. പൂമങ്കിക്ക് കൈ കാണിച്ചു കൊടുക്കേണ്ടി വന്നു. പൂമങ്കിക്ക് കീറാത്ത സാരി തരണം. അവൾ ആശ്ചര്യപ്പെട്ടു. നല്ലൊരു സാരി ഗൗരി സമ്മാനിച്ചു. അടുത്ത ആണ്ടിലും പൂമങ്ക ഈ പിന്മുറ്റത്തെത്തുമ്പോൾ അമ്രാളുടെ മടിയിൽ പൊന്നുംകുടം പോലൊരു ഉണ്ണി ഉണ്ടാകും. പൂമങ്ക ആശംസിച്ചു. ഗൗരിയിൽ അത് നൊമ്പരമാണ് ഉണ്ടാക്കിയത്. അടുത്ത ആണ്ടിൽ പൂമങ്ക വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാവുമോ? ഗൗരി ചോദിച്ചു. അത് കേട്ട് ചെറിയമ്മയ്ക്ക് അമ്പരപ്പ്. എന്തേ കുട്ടി ഇങ്ങനെ ചോദിക്കണത്? മറ്റൊന്നുമല്ല, വീട്ടിന് സ്വന്തം വീട്ടിൽ പോയിരിക്കുമോ അതോ പേറും പുറപ്പം കഴിഞ്ഞ് ഇവിടെ ഇരിക്കുമോ എന്നേ അമ്രോൾ തിരക്കിയത്. പൂമങ്ക ചെറിയമ്മയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. പിന്നെ ഗൗരിയോട് പറഞ്ഞു, സംശയമില്ല, എൻ്റെ അമ്രോൾ ഇവിടെ തന്നെ ഉണ്ടാകും. ഇവിടുത്തെ പടിഞ്ഞാറ്റിയിൽ അന്നൊരു തൊട്ടിലും കെട്ടിയിട്ടുണ്ടാകും. പൂമങ്ക പറഞ്ഞാൽ തെറ്റില്ല. ഗൗരിക്ക് ആ വാക്കിൽ പാതി പോലും വിശ്വാസം തോന്നിയില്ല. കല്യാണി എപ്പോഴോ തൊടിയിൽ ഇറങ്ങാൻ തുനിഞ്ഞപ്പോൾ ചെറിയമ്മ ശാസിച്ചു. തനിച്ചിപ്പോഴെങ്ങും പോകണ്ട, എനിക്ക് വയ്യ ഇങ്ങനെ തീ തിന്നാൻ. എങ്കിൽ ഞാൻ ഏട്ടത്തിയമ്മയെ കൂട്ടിപ്പോട്ടെ? കല്യാണി അനുവാദം ചോദിച്ചു. എന്നിട്ട് അപേക്ഷ പോലെ ഗൗരിയെ നോക്കി. ഗന്ധർവക്ഷേത്രത്തിൻ്റെ വിട്ടത്തിൽ കൂരിയാറ്റ കൂട് വെച്ചിട്ടുണ്ട്. കൂരിയാറ്റ വന്ന് കൂടുണ്ടാക്കണത് ഭാഗ്യ സമയത്താണെന്നാണ് ചെറിയമ്മ പറഞ്ഞത്. കഴിഞ്ഞയാഴ്ച നോക്കുമ്പോൾ കൂട്ടിനുള്ളിൽ മുട്ടയുണ്ടായിരുന്നു. അത് വിരിഞ്ഞോന്ന് നമുക്കൊന്ന് നോക്കാം ഏട്ടത്തിയമ്മേ. ഗൗരിക്ക് സങ്കടം തോന്നി. എത്ര പാവം കുട്ടിയാണിവൾ, അത്രയും ഭാഗ്യഹീനിയും. ഇവളെ സംബന്ധിച്ച യഥാർത്ഥ വിവരങ്ങൾ അറിഞ്ഞാൽ ചന്തുവിൻ്റെ പ്രതികരണം എന്തായിരിക്കും? ഊഹിക്കാനേ കഴിയുന്നില്ല. ഓപ്പോൾക്ക് വേണ്ടി അവനൊരു ത്യാഗത്തിന് തയ്യാറായെന്ന് വരാം. പക്ഷേ അത് കഷ്ടമാണ്, അത് വേണ്ടതാനും. തനിക്ക് വേണ്ടി ഒരു ജന്മം മുഴുവൻ അവൻ സങ്കടം അനുഭവിക്കുക. അതിൽ ഭേദം താൻ സ്വയം ഈ ദുര്യോഗം താങ്ങുന്നതല്ലേ? അച്ഛൻ അറിഞ്ഞാലും എതിർക്കാനാണ് സാധ്യത. രണ്ടു മക്കളും അച്ഛനൊരുപോലെയാണ്. ആണെന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസമില്ല. ഒന്നിനു വേണ്ടി മറ്റൊന്നിനെ ബലി കഴിക്കാൻ തയ്യാറാവുകയുമില്ല. നന്ദേട്ടൻ തങ്ങളെ ചതിയിൽ കുരുക്കിയായിരുന്നുവെന്ന് മനസ്സിലായാൽ അച്ഛൻ്റെ ധാർമ്മിക രോഷം ആളിക്കത്തും. നീതികേട് ആര് കാട്ടിയാലും അച്ഛൻ മുഖം നോക്കാതെ പൊട്ടിത്തെറിക്കും. ചതിക്ക് കീഴടങ്ങുകയില്ല. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ അതിനായില്ലെങ്കിൽ അതിനെ ചേർത്ത് തോൽപ്പിക്കുകയാണ് അച്ഛൻ്റെ രീതി. എന്തു കാര്യത്തിലും അച്ഛൻ്റെ തീരുമാനം തന്നെയാണ് അമ്മയ്ക്കും. ഏട്ടത്തിയമ്മ എന്താ ഓർക്കണേ? കല്യാണി ചോദിച്ചു. ഒന്നുമില്ല, കല്യാണി നടന്നോളൂ, ഞാനും വരാം. കുരിയാറ്റയുടെ കൂട് കാണാൻ. തൊഴുതോളൂ, ഐശ്വര്യഗന്ധർവനാണ്, എന്ത് വരം ചോദിച്ചാലും തരും. കൂപ്പ് കൈകളോടെ നിൽക്കുമ്പോൾ അവൾ ആലോചിച്ചു, എന്ത് വരമാ ചോദിക്കേണ്ടത്? ഏത് ദൈവത്തോട് ഇപ്പോൾ ഒന്നേ അപേക്ഷയുള്ളൂ, ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് രക്ഷിക്കണേ. ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി പുറത്ത് പോകേണ്ടി വരരുതേ. നോക്കൂ. ഗന്ധർവക്ഷേത്രത്തിൻ്റെ ചുമരിൽ ചവിട്ടിക്കയറി കുരിയാറ്റക്കൂട്ടിലേക്ക് എത്തി നോക്കിയ ശേഷം കല്യാണി താഴെ ചാടി. മുട്ട വിരിഞ്ഞിരിക്കണു. ചുവന്ന കൊക്കുള്ള കുഞ്ഞുങ്ങൾ. അവ കൊക്കു പിളർത്തുന്നു. ഗൗരി വെറുതെ പുഞ്ചിരിച്ചു. തള്ളക്കിളി ഭക്ഷണം തേടാൻ പോയതാവും. കല്യാണി തുടർന്നു. ഏട്ടത്തിയമ്മയുടെ ഉണ്ണി വന്ന് കഴിയുമ്പോൾ ഞാൻ പിന്നെ ഇവറ്റകളെ ഒന്നും ശ്രദ്ധിക്കില്ല. ആ ഉണ്ണിക്കണ്ണൻ്റെ അടുത്തുനിന്ന് മാറില്ല. 1 വർഷം കാത്തിരുന്നാൽ മതിയെന്നല്ലേ ആ പൂമങ്ക പറഞ്ഞത്, പടിഞ്ഞാറ്റിയിൽ തൊട്ടിൽ കെട്ടാൻ. കല്യാണി കുസൃതിയോടെ ഗൗരിയെ നോക്കി. ഗൗരി അറിയാതെ കണ്ണു നിറഞ്ഞുപോയി. അത് കല്യാണി കാണാതിരിക്കാൻ അവൾ മുഖം തിരിച്ചു പിടിച്ചു. നാണം വരുന്നുണ്ടല്ലേ? കല്യാണി ചോദിച്ചു. അപ്പോഴേക്കും മുറ്റത്ത് നിന്ന് ചെറിയമ്മയുടെ ശബ്ദം കേട്ടു. എവിടെ പോയിരിക്കുന്നു ഈ കുട്ടികൾ? തുടർന്ന് വിളി. കല്ലൂ, ദാ ചെറിയമ്മ വിളിത്തുടങ്ങി. കല്യാണി അസഹ്യതയോടെ പറഞ്ഞു. വളരെ വൈകിയാണ് നന്ദഗോപൻ മടങ്ങിയെത്തിയത്. ഗൗരി ഭക്ഷണം കഴിക്കാതെ കാത്തിരുന്നു. എന്നിട്ടും യാതൊരു പരിഭവവും കാണിച്ചില്ല. ചെറിയമ്മ കുറ്റപ്പെടുത്തി. എന്ത് പണിയാന്നെന്താ നീ കാണിച്ചത്? ആ കുട്ടിയോടൊരു വാക്കുപോലും പറയാതെ ഇറങ്ങി ഓടിയത് എവിടേക്കാ? വെള്ളം പോലും കുടിക്കാതെ അത് ഒരേ കാത്തിരിപ്പ്. സോറി. തികച്ചും ഔപചാരികമായുള്ള ക്ഷമാപണം ഗൗരിയോട്. മിണ്ടാതെ ഇറങ്ങിപ്പോയപ്പോൾ ഉണ്ടായതിനേക്കാൾ നൊമ്പരമുണ്ടായി ഗൗരിക്ക്. വൈകുന്നേരം ടൗണിൽ ചില സുഹൃത്തുക്കളുടെ വക സൽക്കാരമുണ്ട്, പോകണം.
തനിച്ചായപ്പോൾ നന്ദൻ ഗൗരിയെ അറിയിച്ചു. സമ്മതത്തിൽ അവൾ മൂളി. ഒരു വൻകിട ഹോട്ടലിലായിരുന്നു വിരുന്ന്. ഉദ്യോഗസ്ഥ പ്രമുഖരും ഭാര്യമാരും രാഷ്ട്രീയ നേതാക്കൾ, ചില മന്ത്രിമാരുടെ സാന്നിധ്യം ചടങ്ങിന് രാജോചിതമാക്കി. എല്ലാവരും നന്ദഗോപൻ IASനും പത്നിക്കും ഹാപ്പി മാരീഡ് ലൈഫ് ആശംസിച്ചു. ഗൗരിയുടെ ഉള്ള അപ്പോഴും വേവുകയായിരുന്നു. രാത്രിയിൽ അത്യാവശ്യം വാക്കുകളെ നന്ദൻ ഉച്ചരിച്ചുള്ളൂ. വീട്ടിലെത്തിയ ഉടൻ പറഞ്ഞു, നേരത്തെ ഉറങ്ങാം, നാളെയല്ലേ ഗൗരിയുടെ വീട്ടിലേക്കുള്ള മടക്കം. ഉറങ്ങാൻ കിടന്നെങ്കിലും രണ്ടാളും ഉറങ്ങിയില്ല. ഉറങ്ങുകയാണെന്ന് മറ്റേയാളെ ധരിപ്പിക്കാനുള്ള അഭിനയം മാത്രം. പിറ്റേ പകൽ എല്ലാം സാധാരണ പോലെയായിരുന്നു. പ്രാതൽ കഴിഞ്ഞ ഉടൻ യാത്രയ്ക്കുള്ള വേഷം ധരിച്ചു. വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. എന്താ? നന്ദൻ ചോദിച്ചു. ഗൗരി സമ്മതഭാവത്തിൽ തലയാട്ടി. കോണി ഇറങ്ങും മുമ്പ് നന്ദൻ പറഞ്ഞു, ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കല്യാണിയുടെ അസുഖ വിവരം അവിടെ അറിയണ്ട. തീരെ മാർദ്ദവുമില്ലാതെയായിരുന്നു ആ സ്വരം. ഗൗരി സ്തബ്ധയായി നിന്നു. പിന്നെ ചോദിച്ചു, ഞാനത് വീട്ടിൽ പറഞ്ഞാൽ ചന്തുവിൻ്റെയും കല്യാണിയുടെയും വക നടന്നില്ലെന്ന് വരും. അത് നടന്നില്ലെങ്കിൽ നമ്മുടെ ബന്ധവും അവസാനിക്കുമെന്നാണോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ ജീവിതത്തെക്കാൾ വലുതാണ് എൻ്റെ അനുജത്തിയുടെ ജീവിതം. നന്ദൻ കോണി ഇറങ്ങാൻ തുടങ്ങി. ചെറിയമ്മയോടും കല്യാണിയോടും യാത്ര പറയുമ്പോൾ ഗൗരി ഏങ്ങലടിച്ചു കരഞ്ഞു. എന്തേ മോളെ ഇങ്ങനെ? 2 ദിവസം കഴിഞ്ഞങ്ങ് എത്തുമല്ലോ, പിന്നെന്തേ? ചെറിയമ്മ ആശ്വസിപ്പിച്ചു. അതോടെ ഗൗരിയുടെ ഏങ്ങൽ ശക്തമായി. കാറിൽ കയറും മുമ്പ് ഗൗരി ഒന്ന് തിരിഞ്ഞു നോക്കി. ആ വലിയ വീട് അവസാനമായി കാണും പോലെ. വീർപ്പ് മുട്ടിക്കുന്ന മൗനം കാറിനുള്ളിൽ. അത് അസഹ്യമായപ്പോൾ തൻ്റെ വശത്തെ ഗ്ലാസ് താഴ്ത്തി പുറത്തേക്ക് നോക്കിയിരുന്ന ഗൗരി. ഓടിമറിയുന്ന ഭൂഭാഗങ്ങൾ, പ്രകൃതിയേക്കാൾ വീടുകളാണ് അവളെ ആകർഷിച്ചത്. ഭംഗിയുള്ള കൊച്ചു കൊച്ചു വീടുകൾ. തങ്ങളുടെ വീടിന് മുമ്പിലുള്ളതുപോലെ ചെറിയ ഉദ്യാനം, വലിയ തൊടിയും ഒരുപാട് വേലക്കാരും ഒന്നും വേണ്ട. പക്ഷെ വീടിനുള്ളിൽ സമാധാനം വേണം. അംഗങ്ങൾ തമ്മിൽ പരസ്പരം ഉരിയാടാതെ എതിർദിശകളിലേക്ക് നോക്കിയിരുന്ന് നെടുവീർപ്പയക്കേണ്ട ഗതികേടുണ്ടാവരുത്. പെട്ടെന്ന് കാർ ഒന്ന് കുലുങ്ങി. ഗൗരി ചെരിഞ്ഞ് നന്ദഗോപനെ നോക്കി. എതിരെ വന്ന ഒരു ലോറിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതാണ് നന്ദേട്ടൻ. കാർ തങ്ങളുടെ ഗ്രാമത്തെ സമീപിക്കുകയാണ്. നന്ദേട്ടൻ്റെ മുഖത്ത് കനത്ത ഗൗരവം. പെണ്ണ് കാണലിന് വന്നപ്പോൾ മാത്രമേ ഇത്രയും ഗൗരവം കണ്ടിരുന്നുള്ളൂ. അടുത്തിടപഴകിയപ്പോൾ വെറും കളിക്കുട്ടിയായി മാറി. ഇതിലേതാണ് യഥാർത്ഥ നിറം? സംശയമായിരിക്കുന്നു. പോരും വഴി വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ, എന്നിട്ട് എന്തേ എന്നെ ഓർപ്പിച്ചില്ല? പൊടുന്നനെ ഓർമ്മ വന്നതുപോലെ നന്ദഗോപൻ ഗൗരിയോട് തിരക്കി. ഗൗരി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എൻ്റെ വീട്ടിലേക്ക് എന്തേലും മേടിക്കാൻ ഞാൻ ഓർമ്മപ്പെടുത്തണോ? ഞാനൊരു മറവിക്കാരനാ, അതേ മുമ്പേ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നത്. ഞാനും മറന്നതാ. ഇനിയിപ്പോൾ കടകൾ ഉണ്ടാവുമോ? നാട്ടുമ്പുറമല്ലേ, ചെറിയ കടകളൊക്കെ ഉണ്ടാവും. അത് മതിയെങ്കിൽ നമുക്കല്പം തിരിച്ചു പോയാലോ? വേണ്ട, ഇവിടെ കിട്ടുന്നതൊക്കെ മതി. അത് നന്ദേട്ടന് നിർബന്ധമാണെങ്കിൽ മാത്രം. അച്ഛനും അമ്മയ്ക്കും പാരിതോഷികങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല. സ്നേഹം മതി അവർക്ക്. അതുള്ളവരുടെ അടിമകളാവർ. എന്നാലും ഇങ്ങനെ ചില ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, ചെറിയമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ അമ്മയ്ക്ക് വല്ല നേരിയതും വാങ്ങാം. കസുവിനോടൊന്നും അമ്മയ്ക്ക് ഭ്രമമില്ല. പുളിയലക്കര പുടവയും നേരിയതും അമ്മയുടെ ഇഷ്ടവേഷം. അച്ഛന് കൈത്തറിയ ഇഷ്ടം. അതൊക്കെ ഇവിടെ കിട്ടും. പിന്നെയുള്ളത് ചന്തുവല്ലേ, അവനുള്ളത് അവൻ തന്നെ വാങ്ങിക്കൊള്ളും. മറ്റാര് തിരഞ്ഞെടുത്താലും പിടിക്കില്ല കക്ഷിക്ക്. അങ്ങനെ സാമാന്യം കൊള്ളാവുന്നതെന്ന് തോന്നിയ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന് മുമ്പിൽ നന്ദഗോപൻ കാർ നിർത്തി. ഗൗരി തന്നെയാണ് വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്തത്. തീരെ വില കുറഞ്ഞതേ എടുക്കൂ എന്ന് നിർബന്ധമുണ്ട് ഇല്ലേ? നന്ദഗോപൻ തിരക്കി. സ്നേഹത്തിനാ നന്ദേട്ട വില, അതിൻ്റെ വില മറ്റൊന്നിനുമില്ല. പെണ്ണ് കാണലിന് ശേഷം ഗൗരിയുടെ വീട്ടിലേക്ക് ആദ്യം പോവുകയായിരുന്നു നന്ദൻ. കല്യാണ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നല്ലോ. സ്വന്തം വാഹനങ്ങളൊന്നുമില്ലെങ്കിലും വീടിന് ഒരു കൊച്ചു പോർച്ചുണ്ടായിരുന്നു. ഗേറ്റ് കടന്ന് വണ്ടി പോർച്ചിൽ ചെന്ന് നിന്നു. കയ്യിലിരുന്ന പാക്കറ്റുകൾ ഗൗരി നന്ദനെ ഏൽപ്പിച്ചു. നന്ദേട്ടൻ തന്നെ കൊടുത്തോളൂ. കാറിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് ഗൗരിയാണ്. പൂമുഖത്ത് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. നന്ദൻ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഗൗരിയുടെ അച്ഛനായ ചന്ദ്രൻ മാഷ് വന്ന് കൈ കവർന്നു. രാവിലെ തൊട്ട് വഴിക്കണ്ണുമായി കാത്തിരിപ്പാ ഞങ്ങൾ. ഗൗരിയുടെ അമ്മയാണെങ്കിൽ ഇന്ന് ജലപാനം ചെയ്തിട്ടില്ല. മോൾക്കും മരുമോന് വിളമ്പി കൊടുത്തിട്ടേ വല്ലതും കഴിക്കുള്ളൂ എന്നാ തോന്നണേ. എന്തിനാ വെറുതെ നുണ പറയണത്? ഗൗരിയുടെ അമ്മയായ വിലാസിനിയമ്മ കുസൃതിച്ചിരിയോടെ ഭർത്താവിനെ തിരുത്തി. പറയണ ആളിനായിരുന്നല്ലോ എന്നേക്കാൾ വെമ്പൽ. കുട്ടികളെ കാണില്ല എന്നും പറഞ്ഞ്. അത് കേട്ട് മാഷ് അറിയാതെ ചിരിച്ചുപോയി. കൂടെ വിലാസിനിയമ്മയും. ഗൗരി പുഞ്ചിരിയോടെ നന്ദനെ നോക്കി. നന്ദൻ്റെ മുഖത്തൊരു പിശുക്കിയ ചിരി മാത്രം. വരൂ, മാഷ് മരുമകനെ ക്ഷണിച്ചു. അകത്ത് ചെന്നിട്ടാകാം ബാക്കി വർത്തമാനം. വർത്തമാനമൊക്കെ പിന്നെ വിലാസിനിയമ്മ അറിയിച്ചു. കുട്ടികൾ വല്ലതും കഴിക്കട്ടെ. ഇത്ര ദൂരെ യാത്ര ചെയ്ത് വന്നതല്ലേ, വിശക്കണുണ്ടാവും. വിശപ്പായിട്ടില്ല, നന്ദൻ പറഞ്ഞു. കുടിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ മതി. അത് പറ്റില്ല. ഗൗരി നന്ദൻ്റെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് വലിച്ചു. വരൂ.
വീട്ടിലെത്തിയതോടെ ഗൗരിക്ക് പുതിയൊരു പ്രസരിപ്പുണ്ടായതായി നന്ദന് തോന്നി. വല്ലാത്ത സ്വാതന്ത്ര്യവും. കാറിനുള്ളിൽ നനഞ്ഞ കാക്കയെപ്പോലെ ഇരുന്നവളാണ്. അമ്മേ, നന്ദേട്ടൻ കഞ്ഞിയുടെ ആളാണ്. ഗൗരി അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. ചുട്ട തേങ്ങാ ചമ്മന്തിയാണ് ഇഷ്ട ഉപദംശം. ആരാ ഇതൊക്കെ ഉണ്ടാക്കണത്? അമ്മയുടെ സംശയം. ചെറിയമ്മ. എൻ്റെ അമ്മയെ സ്നേഹത്തിൻ്റെ അവതാരം എന്നൊക്കെ കേട്ടിട്ടില്ലേ? സത്യത്തിൽ അത് ചെറിയമ്മയാണ്. 10 അമ്മ ചേർന്നതാണ് ചെറിയമ്മ. അപ്പം നീ ഭാഗ്യവതിയാണല്ലോ. അമ്മയുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു അല്ലേ? തീർച്ചയായും. ഗൗരിയുടെ സ്വരത്തിന് പൊടുന്നനെ വിറയൽ ബാധിച്ചോ? നന്ദന് സംശയം. തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്നായിരുന്നു അമ്മയുടെയും മകളുടെയും സംസാരം. കല്യാണി മോൾ എങ്ങനെ കുട്ടി? അമ്മ തിരക്കുന്നു. ഒരു പാവം കുട്ടി. അതോടെ സംസാരം നിലച്ചു. ഗൗരി അമ്മയുടെ അരികിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്ന് തോന്നുന്നു. ഗ്ലാസ് ജാറിൽ പഴസത്തുമായി അവൾ നന്ദഗോപൻ്റെ മുന്നിലെത്തി. ഫ്രിഡ്ജിൽ മുസൂമ്പി ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ പിഴിഞ്ഞെടുത്തതാ. മധുരം മതിയോന്ന് നോക്കൂ. നന്ദൻ ഒറ്റ വലിക്ക് ജ്യൂസ് കുടിച്ച് ജാർ താഴെ വെച്ചു. മധുരത്തെക്കുറിച്ച് യാതൊന്നും പറഞ്ഞില്ല. നന്ദന് കിടക്കണോ? ഗൗരി ചോദിച്ചു. നമുക്കായി പ്രത്യേകം മുറി ഒരുക്കിയിട്ടുണ്ട്. വേണച്ചാ ഒന്ന് വിശ്രമിക്കാം. ആ ആവാം. നന്ദൻ തല കുലുക്കി. വരൂ. നന്ദനെ വിളിച്ചിട്ട് ഗൗരി നടന്നു. നന്നായി അലങ്കരിച്ച മുറി. ഭംഗിയുള്ള ജനൽവിരികൾ. എംബ്രോയിഡറി ചെയ്ത കിടക്കവിരി. ഫ്ലവർ വേസിൽ പുതുപ്പൂക്കൾ. ഗൗരി ജനൽവിരി നീക്കിയിട്ടപ്പോൾ കമ്പിവലയിൽ പടർന്നു കയറിയ പിച്ചിപ്പടർപ്പ് കാണാറായി. ഇതാണോ ഗൗരിയുടെ മുറി? നന്ദൻ ആരാഞ്ഞു. എൻ്റെ മുറി കുറച്ചുകൂടെ ചെറുതാണ്. ഇത്രയും ജനാലകളും ഇല്ല. പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഇതായിരിക്കും നമ്മുടെ മുറി. എന്തേ, ഇഷ്ടമായോ? ഒരു പതിഞ്ഞ മൂളൽ. ഗൗരിക്ക് വിഷമം തോന്നി. നന്ദേട്ടൻ്റെ മൂഡ് ഇനിയും ശരിയായില്ലേ? നിൻ്റെയും മൂഡ് ഇതായിരുന്നില്ലല്ലോ. ഇവിടെ എത്തിയ ശേഷമല്ലേ? അച്ഛനും അമ്മയും എന്ത് വിചാരിക്കും നന്ദേട്ടാ? നമ്മൾ അഭിനയിക്കാൻ ശ്രമിച്ചാലും കുറേ കഴിയുമ്പോൾ കള്ളി വെളിച്ചത്താവില്ലേ? അപ്പോൾ സന്തോഷം അഭിനയിക്കാനേ നന്ദേട്ടൻ ഇനി കഴിയൂ. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. കല്യാണിയെക്കുറിച്ച് നിൻ്റെ അച്ഛനും അമ്മയും ചോദിച്ചില്ലേ? നന്ദൻ വീണ്ടും പ്രധാന വിഷയത്തിലെത്തി. അമ്മ ചോദിച്ചു. എന്നിട്ട് ഞാൻ എന്താ പറയുക? ഒരു പാവം കുട്ടിയാണെന്ന് പറയണ കേട്ടല്ലോ. അപ്പോൾ എൻ്റെയും അമ്മയുടെയും സംസാരം ശ്രദ്ധിച്ചു. കാതുണ്ടായി പോയില്ലേ? ഗൗരി നിശബ്ദം മുഖം കുനിച്ചു നിന്നു. കല്യാണിയുടെ കാര്യം ചോദിച്ചപ്പോൾ ഒറ്റ വാക്കിൽ മറുപടി നൽകി. പെട്ടെന്ന് ഒഴിഞ്ഞു പോയത് എന്തിനാ? എല്ലാം പറയാമായിരുന്നില്ലേ? നന്ദൻ ചോദിച്ചു. ഗൗരി മുഖമുയർത്തി നന്ദൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എല്ലാം പറയുന്നതല്ലേ നന്ദേട്ടാ ശരി? അവളുടെ സ്വഭാവത്തെക്കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചും ഒന്നും പറയണ്ടെന്ന് വെക്കാം. എന്നാൽ ആ അസുഖവിവരം ഒളിക്കുന്നത് ചതിയല്ലേ? വിശേഷിച്ച് ഞാനും കൂടി അറിഞ്ഞിരുന്നുണ്ട്. അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. കുറ്റം എൻ്റേതാവില്ലല്ലോ. എങ്കിലിപ്പോഴും നീ അറിഞ്ഞിട്ടില്ല എന്ന് ഭാവിച്ചോളൂ. അപ്പം നിൻ്റെ പേരിൽ കുറ്റം വരില്ലല്ലോ. ഗൗരിയുടെ കണ്ണിൽ വിങ്ങൽ പ്രകടമായി. ഞാൻ അറിഞ്ഞ കാര്യം അറിഞ്ഞില്ലെന്ന് ഭാവിച്ചോളാൻ. ചന്തു എൻ്റെ കൂടപ്പുറപ്പാണ്. അന്യനോട് പോലും ചെയ്യാൻ മടിക്കേണ്ട ചതി ഞാൻ അവനോട് ചെയ്യാൻ നന്ദേട്ടൻ ഇത് പറയാൻ തോന്നിയല്ലോ. കല്യാണി എൻ്റെ കൂടപ്പുറപ്പാണ്. ചതിയായാൽ പോലും ഞാനിത് ചെയ്യുന്നത് അവൾക്ക് വേണ്ടിയാണ്. കല്യാണം കഴിഞ്ഞ് കല്യാണി തന്നെ ഈ സത്യം ചന്തുവിനോട് തുറന്നു പറഞ്ഞാലോ? ഗൗരി ചോദിച്ചു. അപ്പോൾ ചന്തു എന്നോട് ചോദിച്ചാലോ? ഓപ്പോളും അറിഞ്ഞിരുന്നോണ്ട് ഇത് ചെയ്തുവല്ലോ എന്ന്. ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മനസാക്ഷി എന്നോട് പൊറുക്കുമോ? ചന്തുവിന് ഗൗരിയെ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഗൗരി എൻ്റെ ഭാര്യയാണ്. അതിനു മുമ്പ് ഞാനവൻ്റെ ഓപ്പോളായിരുന്നില്ലേ നന്ദേട്ടാ? എങ്കിൽ ഗൗരിക്ക് ഭാര്യയുടെ സ്ഥാനമാണോ ഓപ്പോളുടെ സ്ഥാനമാണോ വലുത്? തീരുമാനിച്ചോളൂ. ഗൗരിക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു. പൊട്ടിക്കരയാനാഞ്ഞ അവൾ പെട്ടെന്ന് സാരിത്തുമ്പ് ചുരുട്ടി വായി മൂടിപ്പിടിച്ചു. നന്ദൻ ജനലിനരികിലെത്തി പുറത്തേക്ക് നോക്കി നിന്നു. അല്പം ഒരു മനോനിയന്ത്രണം സാധിച്ചതോടെ ഗൗരി നന്ദൻ്റെ അരികിലെത്തി. അച്ഛനോടും അമ്മയോടും ഒന്നും നമുക്കിത് പറയേണ്ട നന്ദേട്ടാ. എന്നാൽ ചന്തുവിനോട് മാത്രമെങ്കിലും. ദീനസ്വരത്തിൽ അവൾ യാചിച്ചു. പഠിച്ചവനല്ലേ അവൻ? ധാരാളം വായിക്കുന്നവനുമാണ്. രോഗം ഒരു കുറ്റമല്ലെന്ന് മനസ്സിലാക്കാൻ അവന് ആയാൽ. നന്ദൻ പെട്ടെന്ന് ഗൗരിക്ക് അഭിമുഖമായി തിരിഞ്ഞു നിന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല അവൻ ചിന്തിക്കുന്നതെങ്കിലോ? അവൻ്റെ പ്രതികരണം വിപരീതമായാലോ? ഒരുപാട് പഠിച്ചവരെയും വായിക്കുന്നവരെയും എനിക്കറിയാം. ഗൗരിക്ക് ശ്വാസം മുട്ടി. ഗൗരി, നന്ദൻ അവളുടെ ചുമലിൽ കൈവച്ചു. നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. പറഞ്ഞത് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നതും. ദിക്കറിയാതെ വട്ടം ചുറ്റുന്നതുപോലെ. അതുകൊണ്ട് നന്ദൻ ഒന്നും നിർത്തി. നന്ദേട്ടൻ പറഞ്ഞോളൂ. ഗൗരിയുടെ ശബ്ദം നേർന്നു. നമ്മൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കണം. ഒന്നില്ലെങ്കിൽ ഗൗരി വീട്ടുകാരുടെ പക്ഷത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ പക്ഷത്ത് നിൽക്കുന്നു. രണ്ടിലൊന്ന്. ഗൗരി എൻ്റെ പക്ഷത്തല്ലെങ്കിൽ ഇവിടെ നിന്ന് കൂടുതൽ ആതിഥ്യവും സ്നേഹവും പറ്റി മനസ്സ് പൊള്ളിക്കാതെ മടങ്ങാമല്ലോ. കൂടുതലെടുത്താൽ തുറന്നു വർത്തമാനം പറയാനും വിഷമമാവും. ഗൗരിയുടെ നെഞ്ചിനുള്ളിൽ നിന്ന് വീണ്ടും ഏങ്ങലുയർന്നു. എങ്കിലും വാതിലിൽ ഒരു മുട്ട് കേട്ടതിനാൽ അവൾ അതടക്കി. നന്ദനാണ് ചാരിയിരുന്ന വാതിൽ തുറന്നത്. ജുബയും കസവുമുണ്ടും അണിഞ്ഞ ഒരു സുമുഖൻ.
അത് ചന്തുവാണെന്ന് നന്ദൻ ആദ്യം മനസ്സിലായില്ല. എൻ്റെ ഓപ്പോളെ, നന്ദേട്ടനെ കുറച്ച് ഞങ്ങൾക്ക് വിട്ടുതാ. കല്യാണത്തിൻ്റെ അന്നൊന്ന് കണ്ടതാ, ഒന്ന് കാണാനും രണ്ട് വർത്തമാനം പറയാനും കൊതിയാവണു. ചന്തുവിൻ്റെ മുഖം നിറയെ പുഞ്ചിരി. രാവിലെ തൊട്ട് കാത്തിരിക്കുക. കഷ്ടകാലത്തിന് നിങ്ങൾ വന്ന നേരത്ത് ഞാനൊന്ന് പുറത്തുപോയി. തുടർന്ന് ചിരി. എന്നാൽ ഗൗരിയുടെയോ നന്ദൻ്റെയോ മുഖത്ത് ചിരി പ്രകടമായില്ല. എന്തേ രണ്ടാളും കഷായം കുടിച്ച മട്ടിൽ? ചന്തു നന്ദഗോപനെയും ഗൗരിയെയും മാറി മാറി നോക്കി. ഞാൻ വന്ന് ശല്യപ്പെടുത്തുകയാണോ? പോടാ വന്ന്, ഗൗരി ശാസിച്ചു. പിന്നെ മുഖത്ത് പുഞ്ചിരി വരുത്തി. ഏട്ടന് പെട്ടെന്നൊരു തലവേദന. ഇത്ര ദൂരം വണ്ടി ഓടിച്ചത് കൊണ്ടാവും. കാപ്പി ഇട്ടുകൊണ്ട് വരാമെന്ന് ഞാൻ പറയുകയായിരുന്നു. കാപ്പിയൊന്നും വേണ്ട, ചന്തു അറിയിച്ചു. എൻ്റെ കയ്യിൽ ടാബ്ലറ്റ് ഉണ്ട്. ഇടയ്ക്കിടെ എനിക്കും ഒരു തലവേദന. കണ്ണാടി വെക്കേണ്ടി വരുമെന്നാ തോന്നണേ. എനിക്ക് അത്രയ്ക്കൊന്നുമില്ല. നന്ദഗോപൻ്റെ മുഖത്തും പുഞ്ചിരി വന്നു. ഒരു കാപ്പി കഴിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. എങ്കിലും ഓപ്പോളെ വേഗം കാപ്പിയിട്, ചന്തു ഗൗരിയോട് നിർദ്ദേശിച്ചു. ആ നേരം കൊണ്ട് ഞാൻ നന്ദേട്ടനെ ഒന്ന് മുറുക്കി വെളിയിൽ കൊണ്ടുപോവുകയാ. ഗൗരി നന്ദനെ നോക്കി. നന്ദേട്ടനും അഭിനയിക്കാൻ തുടങ്ങിയിരിക്കുന്നല്ലോ, അവൾ ഓർത്തു. പിന്നെ അടുക്കളയിലേക്ക് നടന്നു. ചന്തു നന്ദൻ്റെ കൈ കവർന്നു. അച്ഛൻ പറഞ്ഞത് ഈ വീടിൻ്റെ നന്ദേട്ടൻ്റെ അവിടുത്തെ തൊഴുത്തിൻ്റെ വലിപ്പമേ ഉള്ളുവെന്നാ. ഇവിടുത്തെ താമസം നന്ദേട്ടന് പിടിക്കുകയോ ആവോ? നന്ദഗോപൻ വെറുതെ ഒന്ന് ചിരിച്ചു. അച്ഛൻ വലിയ ചിട്ടക്കാരനാ. ചന്തു തുടരുകയാണ്. പ്രിൻസിപ്പിൾസിന് വേണ്ടി മരിക്കും. കുട്ടിക്കാലത്തൊരിക്കൽ ഒരു കുട്ടിയുടെ പേന പൊക്കിയതിന് തൊടിയിൽ ചട്ടുകം പഴിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചന്തു ചിരിച്ചു. കൊച്ചു വീട്, അത്യാവശ്യ സൗകര്യങ്ങൾ, അധ്വാനിച്ചുള്ള ജീവിതം, ഇതൊക്കെയാ പ്രമാണങ്ങൾ. കള്ളം പറയുക, കടം വാങ്ങുക, ഇതിനോടൊക്കെ കടുത്ത എതിർപ്പാ. അഭിമാന പ്രശ്നത്തിലാണെങ്കിലോ അച്ഛനെപ്പോലെ ഒരാൾ ഈ ഭൂമിയിലുണ്ടാവില്ല. അങ്ങനെയുള്ള അച്ഛൻ ആദ്യമായിട്ടാണ് ഒരാളെ കണക്കറ്റ് പ്രശംസിക്കണത്. നന്ദേട്ടനെ അത്രയ്ക്കും പിടിച്ചു എന്ന് സാരം. ചന്തു കുസൃതിച്ചിരിയോടെ നന്ദഗോപനെ നോക്കി. നന്ദൻ ആ ചിരിയിൽ പങ്കുചേരാതിരിക്കാൻ കഴിഞ്ഞില്ല. ഈ ചന്തു ഒരു പാവം ചെറുപ്പക്കാരനാണല്ലോ. ഇവനെ താൻ ഇങ്ങനെ ഭയക്കണോ? ഗൗരി പറഞ്ഞതുപോലെ രോഗം ഒരു കുറ്റമല്ലെന്ന് മനസ്സിലാക്കാനുള്ള ദയയും നന്മയും ഇവന് കാണുമല്ലോ. ആ സ്ഥിതിക്ക് വേണ്ട. എന്നാൽ സത്യം മുൻകൂർ അറിയണ്ട. സാധുവായി തോന്നുന്ന ചിലർ വളരെ പെട്ടെന്ന് വന്യമൃഗമായി മാറാറില്ലേ? കല്യാണിയുമായുള്ള കല്യാണത്തിന് ചന്തു വിസമ്മതിച്ചാൽ തകരുന്നത് തൻ്റെയും ഗൗരിയുടെയും ജീവിതമാണ്. കല്യാണത്തിന് ശേഷം ചന്തു സത്യം അറിയുമ്പോഴോ അപ്പോഴും അവന് കല്യാണിയെ നിരസിക്കാമല്ലോ. അതല്ലേ കൂടുതൽ പ്രശ്നമാവുക? ഇല്ല, നന്ദന് പ്രത്യാശ തോന്നി. കല്യാണം കഴിയുന്നതോടെ കല്യാണി മാറും. കല്യാണിയെ മാത്രമല്ല, ഏത് പെണ്ണിനെയും സ്വാധീനിക്കാൻ പുരുഷന് കഴിയും. വിശേഷിക്കും അവളിൽ മോഹമുണർത്തുന്ന പുരുഷന്. ഇങ്ങനെയൊരു അസുഖമുണ്ടെന്നല്ലാതെ കാഴ്ചയ്ക്ക് കല്യാണിക്ക് എന്താണ് കുറവ്? ഏത് പുരുഷനും ആഗ്രഹിക്കുന്നത്ര സുന്ദരിയാണ് അവൾ. ഏട്ടൻ്റെ അടുത്തുള്ള പെരുമാറ്റമായിരിക്കില്ലല്ലോ ഭർത്താവായി വരുന്ന പുരുഷനോട്. ചന്തുവിനെ പോലൊരു സുന്ദരന് മുന്നിൽ അവളുടെ കുറുമ്പുകളെല്ലാം അവസാനിക്കും. മുറയ്ക്ക് ചികിത്സ കൂടി തുടർന്നാൽ തൻ്റെ കല്ലു ഏതൊരു സാധാരണ പെൺകുട്ടിയെയും പോലെ സുഖമായി ജീവിക്കും. ഈ അസുഖത്തിൽ നിന്ന് മുക്തയായവരുടെ ചരിത്രങ്ങളും അറിവുള്ളതാണല്ലോ. എന്നാൽ കല്യാണിയുടെ അസുഖത്തെക്കുറിച്ച് മുൻകൂർ അറിയിക്കുകയും അതിൻ്റെ പേരിൽ ചന്തു വിവാഹത്തിൽ നിന്ന് ഒഴിയുകയും ചെയ്താൽ കല്യാണി തകരും. താനും തകരും, ഗൗരിയും തകരും. അപസ്മാരമെന്നൊക്കെ കേട്ടാൽ അടുത്തറിയാത്തവർക്ക് ഭയമായിരിക്കും. വേണ്ട, ചന്തു അതറിയണ്ട. ഇവിടെ ആരും അതറിയണ്ട. കല്യാണം കഴിഞ്ഞ് മനസ്സുകൊണ്ട് അടുത്ത് കഴിയുമ്പോൾ ഇതിലും വലിയ തകരാറുകൾ പോലും ആളുകൾ പൊറുക്കും, സഹിക്കും, അവഗണിക്കും. നന്ദേട്ടൻ എന്താ ഓർക്കണേ? ചന്തുവിൻ്റെ ചോദ്യം കേട്ടാണ് നന്ദഗോപൻ ഞെട്ടി ഉണർന്നത്. പൂമുഖത്ത് ചന്ദ്രൻ മാഷ്ട മുന്നിലെത്തിയിരുന്നു അവർ. മാഷ്ട അരികിൽ വിലാസിനിയമ്മ. ഇങ്ങനെയൊരു ചെക്കൻ. അമ്മ ചന്തുവിനെ കുറ്റപ്പെടുത്തി. അവർ രണ്ടാളും കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് നിന്ന് എന്തിനേ നന്ദനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോന്നേ? എൻ്റെ അമ്മേ, നന്ദേട്ടനിൽ ഓപ്പോൾക്ക് മാത്രമല്ലല്ലോ, നമുക്കുമില്ലേ ഇത്തിരി അവകാശങ്ങൾ. ഞങ്ങൾ രണ്ടളിയന്മാർ ഇത്തിരി സൊറയടിച്ചിരുന്നത് കൊണ്ട് എന്താ ഛേദം? നോക്കിക്കോ, നിന്റെ കല്യാണം കഴിയുമ്പോൾ ഗൗരി ഇതിന് നല്ല തിരിച്ചടി തന്നോളും. അമ്മ അറിയിച്ചു. അതുണ്ടാവില്ല, ചന്തു പറഞ്ഞു. അവർ നാത്തൂന്മാർ തമ്മിൽ ആദ്യം കാണുന്നവരല്ലല്ലോ. ഇപ്പം തന്നെ ഇവിടെ നാത്തൂൻ പോരെ ആരംഭിച്ചിട്ടുണ്ടോയെന്നാ എൻ്റെ സംശയം. അത് കേട്ട് നന്ദൻ പോലും അറിയാതെ ചിരിച്ചുപോയി. അച്ഛൻ്റെ മുന്നിൽ വെച്ചാൽ ഓരോന്ന് വിളമ്പണേന്നുള്ള വിചാരം പോലും ഇല്ല ചക്കന്. ചിരിക്കിടിയിൽ വിലാസിനിയമ്മ ശാസിച്ചു. ഉള്ളു ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിലും ചന്ദ്രമാഷ് പുറമേ ഗൗരവം നടിച്ച് ചാരുകസേരയിൽ കിടക്കുകയായിരുന്നു. അച്ഛൻ്റെ മുഖം കണ്ടപ്പോൾ താൻ പറഞ്ഞത് അധികമായോ എന്ന് ചന്തുവിനൊരു ചമ്മൽ. നന്ദൻ ഇരിക്കൂ, മാഷ് മരുമകനോട് പറഞ്ഞു. വേണ്ട, ഞാൻ നിന്നോളാം, വിനയപൂർവ്വമുള്ള മറുപടി. മാഷ് അഭിമാനത്തോടെ ഭാര്യയെ നോക്കി. ഇരുന്നോളൂ കുട്ടിയെ, വിലാസിനിയമ്മ നിർബന്ധിച്ചു. എത്ര നേരം ഇങ്ങനെ നിൽക്കുക? ബഹുമാനമൊക്കെ ഉള്ളിലുണ്ടായിരുന്നാൽ മതിയല്ലോ. എന്നിട്ടും നന്ദഗോപൻ ഇരുന്നില്ല. എന്തൊക്കെയാ അവിടെ വിശേഷങ്ങൾ? മാഷ് തിരക്കി. കല്യാണിമോളും ചെറിയമ്മയൊക്കെ സുഖമായിരിക്കണു.
കല്യാണീനെ എനിക്കൊന്ന് കാണാൻ കൊതിയാവണം. വിലാസിനി അമ്മയുടെ ആത്മകഥം ഫോട്ടോയിൽ കണ്ടതല്ലേയുള്ളൂ. ഇനിയിപ്പോൾ അടുക്കള കാണാൻ വരുമ്പോഴാകാമെന്ന് വിചാരിക്കുക. നന്ദഗോപൻ്റെ മുഖം കുനിഞ്ഞു. കല്യാണി സംസാര വിഷയമായതോടെ ചന്തു തടി തപ്പി. എന്നാൽ ആ കുട്ടിയെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു അവൻ്റെ ഉള്ളു നിറയെ. ആകെ കണ്ടിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ്സ് മാത്രം. ഫോട്ടോഗ്രാഫിലെ മുഖം ചന്തുവിന് വളരെ ഇഷ്ടമായി. എന്ന് വെച്ച് ഫോട്ടോഗ്രാഫിൽ കാണുന്നത് പോലെ ആവണമെന്നില്ലല്ലോ ആൾ. നേരിൽ കണ്ടിട്ടുള്ളത് അച്ഛൻ മാത്രം. അച്ഛനോട് വല്ലതും ചോദിക്കാൻ പറ്റുമോ? സത്യത്തിൽ നന്ദേട്ടനോട് സൊറ പറയാനായിരുന്നില്ല കൊതി. ഓപ്പോളെ ഒന്ന് തനിച്ച് കിട്ടാനായിരുന്നു. നന്ദേട്ടനുള്ള കാപ്പി എടുത്തോ ഓപ്പോളെ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവൻ അടുക്കളയിലേക്ക് ചെന്നത്. ഗൗരി പക്ഷേ തേങ്ങാക്കൊത്തുകൾ കനലിൽ ചുട്ടെടുക്കുകയായിരുന്നു. അല്ലേ, കാപ്പി എടുത്തില്ലേ? ചന്തുവിന് അത്ഭുതം. എന്തിനാ കാപ്പി? ഗൗരി ചിരിച്ചു. അത് വെറും കള്ളത്തലവേദനയാ. അത് ശരി. ചന്തു കണ്ണുരുട്ടി. ഞാൻ വരുമ്പോൾ നിങ്ങൾ വല്ല സൗന്ദര്യപ്പിണക്കത്തിൻ്റെ നടുവിലായിരുന്നിരിക്കില്ലേ? അപ്പോഴും ഗൗരി ചിരിച്ചതേയുള്ളൂ. അത് പോകട്ടെ. ചന്തു വിഷയം തിരിച്ചു. അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെ അറിയാൻ ഞാനിങ്ങനെ കത്തി നിൽക്കുക. അവിടെന്താ എല്ലാവർക്കും സുഖം. ആ കുട്ടി എങ്ങനെ? ഏതു കുട്ടി? ദേ ഓപ്പോളെ, മനുഷ്യ പിടിച്ച് മക്കാറാക്കല്ലേ. ഗൗരിയുടെ മുഖം അറിയാതെ മങ്ങി. ആ ഫോട്ടോഗ്രാഫിൽ കാണുന്നത് പോലെ തന്നെയാണോ കക്ഷി? അതോ ഫോട്ടോഗ്രാഫറുടെ മിടുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളോ? നന്ദേട്ടൻ എങ്ങനെ, കൊള്ളാമോ? ഗൗരി തിരക്കി. ഏട്ടൻ സുന്ദരനായതുകൊണ്ട് അനിയത്തി സുന്ദരിയാവണമെന്നില്ലല്ലോ. എന്നാൽ അനിയത്തി സുന്ദരി തന്നെയാ, ഗൗരി പറഞ്ഞു. ആ ഫോട്ടോഗ്രാഫ്സിൽ കാണുന്നതിലും സുന്ദരിയാ. പോരെ? സ്വഭാവമോ? ചോദിച്ച ഉടൻ അവൻ തന്നെ മറുപടിയും പറഞ്ഞു. അല്ല, ഇനിയിപ്പോൾ അല്പം സ്വഭാവദൂഷ്യമുണ്ടെങ്കിലും ഞാൻ ശരിപ്പെടുത്തി എടുത്തോളാം. ഓപ്പോളുടെ നാത്തൂനായി പോയില്ലേ? ഗൗരി ചിരിച്ചു. പെട്ടെന്ന് തന്നെ മുഖത്ത് ഗൗരവം നിറയുകയും ചെയ്തു. നീ പറഞ്ഞത് ശരിയാ. ഇനിയിപ്പോൾ എന്തായാലും സഹിച്ചോളുക. മാറ്റക്കല്യാണത്തിൻ്റെ രീതി അതാ. ചന്തുവിന് പൊടുന്നതിനെ ഒരു സംശയം. ഓപ്പോൾ പറയുന്നതിന് കൂടുതൽ വല്ല അർത്ഥവുമുണ്ടോ? ആ മുഖത്ത് ഇപ്പോൾ ചിരിയില്ല. ആ പെൺകുട്ടി വല്ല ഗുഡ് ഫോർ നത്തിങ്ങും ആണോ? എന്നാലും നന്ദേട്ടൻ്റെ അനിയത്തിയല്ലേ, അത്രയ്ക്ക് അങ്ങ് താണു പോകുമോ? എന്താ ഓപ്പോളെ, എനിക്ക് ചേരുന്ന കുട്ടിയല്ലെന്നുണ്ടോ? ചന്തുവിൻ്റെ ശബ്ദത്തിന് പതർച്ച. പെണ്ണ് കാണൽ പോലും വേണ്ടെന്ന് പറഞ്ഞവനല്ലേ നീ? അന്ന് അത് നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്ര വേവലാതി വേണ്ടി വരില്ലായിരുന്നല്ലോ, ഗൗരി ചോദിച്ചു. വേവലാതിയൊന്നുമല്ല. ചന്തുവിൻ്റെ ചുണ്ടിൽ ചിരി. അതുകൊണ്ടൊന്നും ചോദിച്ചതല്ല ഞാൻ. എങ്കിൽ ഞങ്ങൾ മടങ്ങുമ്പോൾ നീയും കൂടി പോരെ? നിനക്കിഷ്ടം തോന്നുന്ന തരം വീടും തൊടിയും ഒക്കെയാണ്. പിന്നെ പുഴയുണ്ട്. 2 ദിവസം താമസിച്ചിട്ട് പോരാം. കൊണ്ടു നടന്ന കാഴ്ചകൾ കാണിച്ചു തരാൻ അവിടെ ആളുമുണ്ട്. കുരിയാറ്റ കുഞ്ഞുങ്ങളെയൊക്കെ കാട്ടിത്തരും. ഗൗരിയുടെ മുഖത്ത് കുസൃതി. കുരിയാറ്റ കുഞ്ഞുങ്ങളോ? ചന്തുവിന് വിസ്മയം. ആ, കല്യാണിയുടെ കൂട്ടുകാരാ. ചന്തുവിൻ്റെ കണ്ണുകളിൽ പൂത്തിരി. പ്രത്യേക തരമാണെന്ന് തോന്നുന്നു. അനിയത്തിയെക്കുറിച്ചുള്ള നന്ദേട്ടൻ്റെ അഭിപ്രായമാണ് ഗൗരിക്ക് ഓർമ്മ വന്നത്. അതെ, പ്രത്യേകതരമാണ്. ഗൗരി സമ്മതിച്ചു. അതുകൊണ്ട് തന്നെ നിനക്ക് ഇഷ്ടമാവാനാണ് സാധ്യത. നീയും ഒരു തരമാണല്ലോ. ചന്തു ചിരിച്ചു. മ്യൂസിക്കിലൊക്കെ താല്പര്യമുണ്ടോ? ചന്തു ഒരു വയലിനിസ്റ്റ് കൂടിയാണല്ലോ. സംഗീതം അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷെ സംഗീതം രസിക്കുന്ന കക്ഷിയായാൽ ഭാഗ്യം. മിനിമം അതിന് വെറുക്കാതിരിക്കുകയെങ്കിലും വേണം. അതുമാത്രം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അബദ്ധം പിടിഞ്ഞതുപോലെയാണ് ഗൗരിയുടെ വർത്തമാനം. അതാണ് ഞാൻ വിളിക്കുന്നതും ഞങ്ങളോടൊപ്പം വരാൻ. എല്ലാം നേരിൽ അറിയാലോ. പക്ഷേ ഓപ്പോളെ, ആശയുണ്ടെങ്കിൽ ഇക്കുറി അത് നടക്കില്ല. ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിൻ്റെ ടെൻഷനിലാണ് ഞാനിപ്പോൾ. കോളേജിലാ? ആ, പക്ഷെ കാശ് മുടക്കേണ്ടാത്തൊരു കേസാ. ഒന്ന് ശ്രമിക്കാമെന്ന് നനച്ചു. കാശ് കൊടുക്കണമെങ്കിൽ കൊടുക്കാമെന്ന് നന്ദേട്ടൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഗൗരി പറഞ്ഞു. അത് നന്ദേട്ടൻ്റെ മര്യാദ. പറ്റാതിരിക്കുന്നത് എൻ്റെ മര്യാദ. പിന്നെ കല്യാണം കഴിഞ്ഞാലും ഭാര്യയുടെ പണത്തിന് കീഴടങ്ങാൻ ചന്തുവിന് കിട്ടില്ല. പറഞ്ഞേക്കാം. കക്ഷി ഇവിടെ വന്ന് എൻ്റെ അച്ഛനെയും അമ്മയുടെയും നല്ലൊരു മരുമകളായി താമസിക്കുകയും വേണം. അത് കാര്യം വേറെ. കുസൃതിയിൽ തലയാട്ടിക്കൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു. ഗൗരിക്ക് അതൊരു കുസൃതിയായി സ്വീകരിക്കാനായില്ല. നെഞ്ചിനുള്ളിലെ കനം പെരുകുകയാണ്. നോവൽ നാളെ തുടരും.